ഹായ് ഓൾ, ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാനായി പോകുന്നത് ആദ്യം ഇൻട്രഡക്ഷൻ ടു ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ചാണ്. നമുക്കറിയാം, സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി ഡാറ്റയുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത് അല്ലെ. ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? റോ ഇൻഫോർമേഷനെയാണ് നമ്മൾ ഡാറ്റ എന്ന് പറയുന്നത്. നമുക്ക് ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിഗർ വെച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും ഇപ്പൊ പെർട്ടിക്കുലർ ഫേമിന്റെ കേസായാലും ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രീന്റെ കേസായാലും ഒക്കെ തന്നെ ഒരു എക്കോണമിയുടെ കേസായാൽ പോലും നമ്മൾ എന്ത് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്? ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളുടെ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് ആണ് ഏറ്റവും കൂടുതൽ അഡെയർ ചെയ്യുന്നതും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ഉണ്ട്, അതേപോലെ ഇൻഡെക്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഉണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ബോഡീസ് പ്രകാരവും നമ്മൾ ബേസിക്കലി എന്ത് ചെയ്യാറുണ്ട്? സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ന് പറയുന്നത് പ്രസിദ്ധീകരിക്കാറുണ്ട്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ വെറും ഗവൺമെന്റ് ബോഡീസ് മാത്രമല്ല പബ്ലിഷ് ചെയ്യുന്നത്. നോൺ ഗവൺമെന്റൽ ബോഡീസും സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ത് ചെയ്യാറുണ്ട്? പബ്ലിഷ് ചെയ്യാറുണ്ട്. വേൾഡ് ബാങ്ക്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്, അതേപോലെ തന്നെ NGO പ്രതാംസ് റിപ്പോർട്ട്, ഇതെല്ലാം ഇതിന്റെ കീഴിൽ വരുന്നതാണ്. അപ്പൊ പലപ്പോഴും ഇത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്തിനാണ് അത് സഹായിക്കുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് പെർഫോമൻസ് ഇവാലുവേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലെ. ഒരു രാജ്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയണം നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്, ഏത് രീതിയിലുള്ള പുരോഗമന സ്ട്രാറ്റജിയാണ് നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത്. ഓൾ ദോസ് തിങ്സ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് മാറി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ നമുക്ക് അറിയണം നമ്മുടെ എക്കണോമിക് കണ്ടീഷൻ എങ്ങനെയാണ്, എക്കണോമിക് ക്രൈറ്റീരിയ ഏതാണ് എന്നൊക്കെ. അതിന് നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയാണ്. നമുക്ക് പലപ്പോഴും പലതരത്തിലുള്ള റിസ്കി സിറ്റുവേഷൻസ് കാണും. ഈ റിസ്കി സിറ്റുവേഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുക, അതിനെ ടാബ്ലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസേൺ ആണ്. അവിടെയും നമ്മൾ എന്ത് തന്നെയാണ്, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ നമ്മളുടെ എക്കോണമിയിൽ ഒരു ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ വരുന്നു, അല്ലെങ്കിൽ ഡിഫ്ലേഷണറി കണ്ടീഷൻ വരുന്നു. അത് കൃത്യമായി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയും അതിന് സൊല്യൂഷൻ ഫോർമുലേറ്റ് ചെയ്യുകയും വേണം. അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നതാണ് ഇത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം. പബ്ലിക് ഹെൽത്ത് ആൻഡ് മെഡിസിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കറിയാം, നമ്മുടെ എക്കണോമീന്റെ ഒരു പർവ്യൂ എടുത്ത് നോക്കുമ്പോൾ ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഈ ഹെൽത്ത് കെയർ സെക്ടേഴ്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയും ഹെൽത്ത് കെയർ സെക്ടേഴ്സിൽ മാറി വരുന്ന സ്ട്രാറ്റജി, പോളിസി ഇതെല്ലാം അഡെയർ ചെയ്യുകയും ആവശ്യമാണ്. ഇന്ത്യയുടെ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് സിസ്റ്റം നോക്കുകയാണെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോഡൽ ഏജൻസിയാണ് MOSPI എന്ന് പറയുന്നത്, അതായത് മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ. ചോദിക്കാറുണ്ട്, ഫുൾ ഫോമും ചോദിക്കാം, ആരാണ് നോഡൽ ഏജൻസി എന്നും ചോദിക്കാം. മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ് നോഡൽ ഏജൻസി. MOSPIയുടെ കൂടെ NSOയും നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസും കൂടെ ചേർന്നിട്ടാണ് ബേസിക്കലി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ മിനിസ്ട്രിയൽ ലെവൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെയൊക്കെ തന്നെ എന്ത് അവൈലബിൾ ആണ്? നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിഗേഴ്സ് എന്ന് പറയുന്നത് അവൈലബിൾ ആണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിഗേഴ്സ് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്കൊരു ഫോർമേഷനിലേക്കോ അല്ലെങ്കിൽ അഡയറൻസിലേക്കോ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഏരിയയിലേക്ക് വരികയാണെങ്കിൽ ഡിപ്പാർട്ട്മെന്റ്സിന്, ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും കൺസേൺഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സിനാണ് റെസ്പോൺസിബിലിറ്റി വരുന്നത്. അതിൽ ബേസിക്കലി വരുന്നത് DS എന്ന് പറയും. DS എന്ന് പറഞ്ഞാൽ ഡയറക്ടറേറ്റ്സ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഡയറക്ടറേറ്റ്സ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിനാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വരുന്നത്. ഇനി സ്റ്റേറ്റ് ഗവൺമെന്റിനെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയുടെ ഏരിയയിൽ
അഡ്വൈസ് ചെയ്യാൻ വേണ്ടി ഒരു ബോഡിയെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മിറ്റി. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മിറ്റി അവരാണ് ബേസിക്കലി എന്ത് ചെയ്യുന്നത്, എല്ലാ തരത്തിലുള്ള ഡീലിങ്സും അതേപോലെ തന്നെ എങ്ങനെയാണ് ഇതിന്റെ ഫീച്ചർ വരുന്നത് അല്ലെങ്കിൽ ഇതിന്റെ അഡയറൻസ് വരുന്നത് മുതലായ കാര്യങ്ങളെ കുറിച്ച് ഡിസിഷനിലേക്ക് എത്തുന്നത്. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ടേം 7th സ്കെഡ്യൂളിലാണ് പരാമർശിക്കപ്പെടുന്നത്. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 7ാമത്തെ സ്കെഡ്യൂളിലാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഈ ഒരു പെർട്ടിക്കുലർ ടേം പരാമർശിക്കപ്പെടുന്നത്. യൂണിയൻ ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഇതിനെക്കുറിച്ച് പ്രത്യേക പരാമർശമുണ്ട്. രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ഡെത്ത് ആക്ട് എന്ന് പറയുന്നത് 1948 പ്രകാരമാണ് നമ്മൾ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പൊ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ കുറച്ച് ആക്ടുകളുണ്ട്. 1948 ഇത് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ടുകൾ എന്ന് പറയും. സ്റ്റാറ്റിസ്റ്റിക്കൽ ആക്ട്സ് 1948 ബർത്ത് ആൻഡ് ഡെത്ത് ആക്ട് എന്ന് പറയും. അതേപോലെ സെൻസസ് ആക്ട് ഉണ്ട്. സെൻസസ് ആക്ട് വന്നിരിക്കുന്നത് 1948 ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് 1959 അത് ലോഞ്ച് ചെയ്തത്. അതേപോലെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവീസ് 1964 അത് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. സാമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റം അത് വന്നത് 1969-70 കാലഘട്ടത്തിലാണ്. വളരെ ബ്രോഡ് ആയിട്ടുള്ള ഒരു അസിമിലേഷൻ കൊണ്ടുവരിക, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റെപ്രസെന്റേഷൻ ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയുടെ ഡെവലപ്മെന്റിലേക്ക് പോയാൽ നമുക്കൊരു ടൈം ലൈൻ ചാർട്ട് തന്നെ മാർക്ക് ചെയ്യാനായി സാധിക്കും. 1862 സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക് കളക്ഷൻ ആരംഭിച്ചത്. 1868 ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അബ്സ്ട്രാക്ട്, അതായത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കളക്ട് ചെയ്യാനുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആരംഭിച്ചത്. 1871 ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പോയിന്റഡ് ആയത്. 1881 പോപ്പുലേഷൻ സെൻസസ് വന്നത്. 1895 സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോ ഫോർമുലേറ്റഡ് ആയത്. 1920 ലണ്ടനില് സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺഫറൻസ് ഫോർമുലേറ്റ് ചെയ്തു. 1925 ഈ ടൈം ലൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എം വിശ്വേശ്വരയ്യയുടെ കീഴില് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത്. 1934 ബൗളി ആൻഡ് റോബർട്ട്സന്റെ പേരിൽ എക്കണോമിക് സെൻസസ് ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടത്. 1946 തിയോഡോർ ഗ്രിഗോറിയുടെ കീഴിൽ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് കളക്ഷൻ ആരംഭിച്ചു. ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കളക്ഷൻ ആരംഭിച്ചു. അപ്പൊ ഈ ടൈം ലൈൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1862 സ്റ്റാൻഡേർഡ് ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്സ് കളക്ട് ചെയ്യാൻ തുടങ്ങിയത്.
1868 ഫസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ അബ്സ്ട്രാക്ഷൻ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നടന്നത്. 1871 ഫസ്റ്റ് ഡയറക്ടർ ജനറൽ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പോയിന്റഡ് ആയത്. 1881 പോപ്പുലേഷൻ സെൻസസ് നടന്നത്. 1895 സ്റ്റാറ്റിസ്റ്റിക്കൽ ബ്യൂറോ ഫോർമുലേറ്റ് ചെയ്തത്. 1920 ലണ്ടൻ സ്റ്റാറ്റിസ്റ്റിക്കൽ കോൺഫറൻസ് വന്നത്. 1925 എം വിശ്വേശ്വരയ്യ ഫോർമുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമുലേഷൻ. 1934 ബൗളി ആൻഡ് റോബർട്ട്സ് എക്കണോമിക് സെൻസസ് ഫോർമുലേറ്റ് ചെയ്യുന്നത്. 1946 തിയോഡർ ഗ്രിഗോറി സ്റ്റാറ്റിസ്റ്റിക്കൽ ഫോർമേഷൻസ് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത്. പക്ഷേ അന്ന് വന്നിരുന്ന ബ്രിട്ടീഷ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. കാരണം അതിൽ ബേസിക്കലി ഒരു ലോപ്പ് സൈഡഡ് പാറ്റേൺ ആയിരുന്നു. വീക്കർ സെക്ഷൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനോ അവരുടെ അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയോ യാതൊരു തരത്തിലുള്ള പദ്ധതികളും രൂപീകരിച്ചിരുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂഷണൽ ചാലഞ്ചസും, അതായത് നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കോർഡിനേറ്റിംഗ് ബോഡി എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്നില്ല. വളരെ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള സിംഗ്രണൈസ്ഡ് ആയിട്ടുള്ള ബോഡി ആവശ്യമാണ് അല്ലെ, കാരണം ഇറ്റ്സ് എ വെരി സെൻസിറ്റീവ് ഡാറ്റ, കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഡാറ്റ ഇല്ലാത്ത പക്ഷം ഒരുപാട് തരത്തിലുള്ള പ്രോബ്ലംസിലേക്ക് അത് ക്രിയേറ്റ് ചെയ്തു. ടെക്നിക്കൽ ചാലഞ്ച് ഉണ്ടായിരുന്നു. ഇന്നത്തെ പോലെ വളരെയധികം സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിക്കലി അപ്ഗ്രേഡഡ് ആയിട്ടുള്ള സിസ്റ്റം ഒന്നും അന്ന് അവൈലബിൾ അല്ല. റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു, റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. സോ ഓൾ ഓഫ് എ സഡൻ പോളിസീസ് കൊണ്ടുവരിക എന്ന് പറയുന്നത് there was great levels of imperfections. ഓപ്പറേഷണൽ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. അതായത് ഇതെല്ലാം നമുക്ക് പ്രോപ്പർ ആയിട്ട് ഫ്രെയിം വർക്ക് ചെയ്യുക അല്ലെങ്കിൽ പ്രോപ്പറായി ഇനീഷ്യേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ടു ബി റിസോൾവ്ഡ്. അപ്പം ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരിക എന്നുള്ളത് വെച്ചിട്ട് MOSPI അത് തങ്ങളുടെ മാക്സിമം കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും there was serious levels of imperfection. ഇനി നമുക്ക് പഠിക്കാനുള്ളത് CSO ആൻഡ് NSSO നെ കുറിച്ചാണ്. NSO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസർ. ആൻഡ് ബേസിക്കലി NSO നെ ഹെഡ് ചെയ്യുന്നത് ഡയറക്ടർ ജനറൽ ആണ്. ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രിയിലൂടെയാണ് NSO, ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രി ഞാൻ പറഞ്ഞു, അത് 1959 വന്നത്. അതുവഴിയാണ് NSSO ഡാറ്റ കളക്ട് ചെയ്യുന്നത്. റൂറൽ ആൻഡ് അർബൻ പ്രൈസസിന്റെ ബേസിസിലാണ് ഇവിടെ എന്ത് കളക്ട് ചെയ്യുന്നത്, ഡാറ്റ കളക്ട് ചെയ്യുന്നത്. നാഷണൽ സാമ്പിൾ സർവേ ബേസിക്കലി ഫോർമുലേറ്റ് ചെയ്തത് നാഷണൽ ഇൻകം കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന് പ്രകാരമായിരുന്നു. നാഷണൽ ഇൻകം കമ്മിറ്റി 1950 PC മഹൽനോബസ് ഹെഡ് ചെയ്ത കമ്മിറ്റിയുടെ ബേസിസിലായിരുന്നു ഇതൊക്കെ ചോദിക്കും നാഷണൽ സാമ്പിൾ സർവേ ഫോർമുലേറ്റ് ചെയ്തത്. NSSO എന്ന് പറയുന്നത് ബേസിക്കലി ആദ്യം NSS ആയിരുന്നു, പിന്നീടാണ് നാഷണൽ സാമ്പിൾ സർവേ ആണ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനായി മാറിയത്. അത് 1970 മാറ്റപ്പെട്ടത്. നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷനായി, പിന്നീട് അത് നാഷണൽ സാമ്പിൾ സർവേ ഓഫീസായി മാറുകയായിരുന്നു. ഇത് MOSPIയുടെ ഒരു ഓഫീസൽ സിസ്റ്റമാണ്. ബേസിക്കലി സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ലക്ഷ്യം. NSSOന്റെ ഏരിയയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ബേസിക്കലി 3 തരത്തിലുള്ള സർവേസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോഷ്യോ എക്കണോമിക് സർവേ ആണ്. രണ്ടാമത്തത് ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ്. NSO പബ്ലിഷ് ചെയ്യുന്ന 3 സർവേസ് ആണ്. ഒന്ന് സോഷ്യോ എക്കണോമിക് സർവേ,
2 ആനുവൽ സർവേ, 3 അഗ്രികൾച്ചറൽ സർവേ. NSSOയിൽ അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും UPSC വഴിയാണ് വരുന്നത്. UPSC വഴിയാണ് അപ്പോയിന്റഡ് ആകുന്നത്. മെയിൻ ആയിട്ടുള്ള ഓഫീസേഴ്സ്. സബോർഡിനേറ്റ്സ് എല്ലാം തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴിയാണ്. സബോർഡിനേറ്റ്സ് സ്റ്റാഫ് സെലക്ഷൻ കമ്മിറ്റി വഴിയാണ് അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത്. NSSOനെ നമുക്ക് ബേസിക്കലി 4 തട്ടുകളായി തിരിക്കും. The first one is SDRD. SDRD എന്ന് പറഞ്ഞാൽ സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ. സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ. Next one is FOD. ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ. ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ. അടുത്തത് ഡാറ്റ പ്രോസസിംഗ് ഡിവിഷൻ. ഡാറ്റ പ്രോസസിംഗ് ഡിവിഷൻ. അടുത്തത് കോർഡിനേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഡിവിഷൻ. കോർഡിനേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഡിവിഷൻ. ആദ്യത്തത് സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ. രണ്ടാമത്തത് ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ. ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ. മൂന്നാമത്തത് ഡാറ്റ പ്രോസസിംഗ് ഡിവിഷൻ. നാലാമത്തത് കോർഡിനേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഡിവിഷൻ. ഇനി ഓരോ ഡിവിഷനായി നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് സർവേ ഡിവിഷൻ. സർവേ ഡിവിഷൻ അല്ലെ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ. ഈ ഒരു ഡിവിഷൻ കൊൽക്കത്തയിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ടെക്നിക്കൽ പ്ലാനിംഗ് ഓഫ് സർവേ കണ്ടക്ട് ചെയ്യുക എന്ന ലക്ഷ്യമാണ് സർവേ ഡിസൈൻ ആൻഡ് റിസർച്ച് ഡിവിഷൻ്റെത് വരുന്നത്. സാമ്പിളിംഗ് ഡിസൈനാണ് അവര് ഇമ്പോർട്ടൻസ് കൊടുത്തത്. സർവേ റിസൾട്ടുകൾ അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ ലക്ഷ്യം. അടുത്തത് ഫീൽഡ് ഓപ്പറേഷൻ ഡിവിഷൻ. ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിയാണ്. 6 സോണൽ ഓഫീസുകളാണ് ഇവർക്കുള്ളത്. 52 റീജിയണൽ ഓഫീസ് ഉണ്ട്. 117 സബ് റീജിയണൽ ഓഫീസസും ഇവർക്ക് ഉണ്ട്. അടുത്തത് ഡാറ്റ പ്രോസസിംഗ് ഡിവിഷൻ. കൊൽക്കത്ത തന്നെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്. സാമ്പിൾ സെലക്ഷൻ. നമ്മളെല്ലാം ഒരു ബോഡി അല്ല ചെയ്യുന്നത്. സാമ്പിൾ ഒരു ബോഡി സെലക്ട് ചെയ്യുമ്പോൾ മറ്റേ ബോഡി ചെയ്യുന്നത് കളക്ഷൻ ചെയ്യുകയാണ്. സാമ്പിൾ സെലക്ഷൻ നടത്തുന്നത് ഡാറ്റ പ്രോസസിംഗ് ഡിവിഷനാണ്. ടാബുലേഷൻ ഫോർമുലേറ്റ് ചെയ്യുന്നത്, ടാബുലേഷൻ ഓഫ് ഡാറ്റ ഫോർമുലേറ്റ് ചെയ്യുന്നതും ഈ ഒരു ബോഡിയാണ്. നെക്സ്റ്റ് കംസ് കോർഡിനേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഡിവിഷൻ. കോർഡിനേഷൻ ആൻഡ് പബ്ലിക്കേഷൻ ഡിവിഷൻ ഡൽഹിയാണ് വരുന്നത്. ഇവർക്കൊരു ജേർണൽ ഉണ്ട്. ഇതൊക്കെ ചോദിക്കും കേട്ടോ. സർവേക്ഷണം, അതാണ് ഇവരുടെ ജേർണലിന്റെ പേര്. NSSOന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ സോഷ്യോ എക്കണോമിക് സർവേ കണ്ടക്ട് ചെയ്യുക, ആനുവൽ സർവേ ഓഫ് ഇൻഡസ്ട്രീസ് കണ്ടക്ട് ചെയ്യുക, ക്രോപ്പ് അതായത് അഗ്രികൾച്ചറൽ സർവേ കണ്ടക്ട് ചെയ്യുക മുതലായവ ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഇതെല്ലാമാണ് നമ്മുടെ NSSOയില് വരുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് CSO ആണ്. ദാറ്റ് ഈസ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. ഡൽഹിയാണ് ഇതിന്റെ ആസ്ഥാനം. ഇതൊരു ഗ്രാഫിക്കൽ യൂണിറ്റ് ആണ്. അതായത് ട്രെൻഡുകളെ കുറിച്ച് പഠിക്കുക എന്നുള്ള ലക്ഷ്യമാണ് CSOന് ബേസിക് ആയിട്ട് ഉള്ളത്. ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് CSO ഫോർമുലേറ്റ് ചെയ്തത്
2 മെയ് 1951 2 മെയ് 1951 ഇതിന്റെ ആദ്യത്തെ പേര് ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഇതൊക്കെ ചോദിക്കും സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. 1954 ഈ CSI CSO ആയിട്ട് മെർജ് ചെയ്യപ്പെടുന്നത്. ആ സമയത്ത് ഇതിന്റെ പേര് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്നായിരുന്നു. പിൻകാലത്ത് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നുള്ള പേരിൽ അത് മാറ്റപ്പെട്ടു. CSOന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രിപ്പയർ ചെയ്യുക, എക്കണോമിക് സെൻസസ് ഫോർമുലേറ്റ് ചെയ്യുക, ഹ്യൂമൻ ഡെവലപ്മെന്റൽ ഇൻഡെക്സുമായി റിലേറ്റ് ചെയ്യുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഡെവലപ്പ് ചെയ്യുക, ഒഫീഷ്യൽസിന് ട്രെയിനിങ്, നമ്മളെ സാമ്പിൾ കളക്ഷൻ ഒക്കെ ഏരിയ വരുന്ന സമയത്ത് ഒഫീഷ്യൽസിന് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക മുതലായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഇനി നമുക്ക് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ ഉണ്ട്. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷൻ സ്റ്റാറ്റിസ്റ്റിക്കൽ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡാറ്റയും അഡ്മിറ്റ് ചെയ്യുന്നത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ കമ്മീഷനാണ്. 12 ജൂലൈ 2005 ഇത് ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നത്. ഇതിന്റെ ബേസ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ടാബുലേഷൻ ആൻഡ് ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയാണ്. നാഷണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സിലേക്ക് നമ്മുടെ ഡാറ്റ ടാബുലേഷനെ അല്ലെങ്കിൽ ഡാറ്റ ഫ്രെയിംവർക്കിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക, കാരണം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസിഡറേഷൻ. കാരണം നമുക്ക് ഒരുപാട് രീതിയിൽ അപ്ലിഫ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. സോ അതുകൊണ്ട് തന്നെ എങ്ങനെയെല്ലാം നമുക്ക് മാക്സിമം പ്രോസ്പെരിറ്റിയിലേക്ക് എത്താം എന്നുള്ളതായിരുന്നു ഇവിടുത്തെ ലക്ഷ്യം. അടുത്തതായി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇതിന്റെ അകത്ത് നമുക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള റിപ്പോർട്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത് 22, 23 നിങ്ങൾ നോക്കണം, 23, 24 ഡാറ്റ നോക്കണം. അപ്പം ഇന്ത്യൻ എക്കോണമിയുടെ ഗ്രോത്ത് റേറ്റ് നമ്മൾ ഒരു 2023-24 കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ അത് 7.6% ഓഫ് GDP ആണ്. 2022-23 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 7% ആയിരുന്നു. 2023-24 കാലഘട്ടത്തില് നമ്മുടെ മാനുഫാക്ചറിങ് സെക്ടറിന്റെ വളർച്ച എന്ന് പറയുന്നത് 11.6% ആയിരുന്നു. ഇത് ഫുൾ ഗ്രാഫിക്കൽ, കുറേ സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിഗേഴ്സ് ആണ്. കൺസ്ട്രക്ഷൻ മേഖലയിൽ 9.5%. റിയൽ GDP എന്ന് പറയുന്നത് 8.4% വരുന്നത്. ഇനി ഇത് ക്രോറിലൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷെ ക്രോർ ഒന്നും അത്ര അധികം ഇമ്പോർട്ടന്റ് അല്ല. നോമിനൽ GDP, അതായത് കറന്റ് GDP അല്ലെ, അത് നോക്കുകയാണെങ്കിൽ നമുക്ക് ബേസിക്കലി 9.2% ആണ് അതിന്റെ വർധനവുണ്ടായിരുന്നത്. GDP അറ്റ് കോൺസ്റ്റന്റ് റേറ്റ് എന്ന് പറയുന്നത് 8.4% ആയിരുന്നു. GDP അറ്റ് കറന്റ് പ്രൈസ് എന്ന് പറയുന്നത് 10.1% ആയിരുന്നു. റിയൽ GDP എന്ന് പറയുന്നത്
7.6%. അതായത് ബേസ് ഇയർ, അടിസ്ഥാന വർഷം. അപ്പം ഇത് 2023-24 ഇത് നോമിനൽ GDP ആണ് എങ്കിൽ 2022-23 ബേസ് ഇയർ അല്ലെങ്കിൽ റിയൽ GDP. ഇനി നമ്മൾ സെക്ടർ വൈസിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഓരോ സെക്ടറിലും ദർ ഹാവ് ബീൻ ക്രോണിക് ഇൻക്രീസ് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. നമ്മൾ പോവുകയാണെങ്കിൽ GDP-യുടെ ട്രെൻഡ് നോക്കിയാൽ 2023 പഠിച്ചാൽ മതി. അത് 6.9% നെറ്റ് ടാക്സ് എന്ന് പറയുന്നത് 12.5%. GDP പൊട്ടൻഷ്യാലിറ്റി എന്ന് പറയുന്നത്, അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 7.3%. NDP എന്ന് പറയുന്നത് നെറ്റ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് 7.4% ആയിരുന്നു. ഇനി നിങ്ങൾക്ക് ആക്ച്വലി പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ അങ്ങനെ പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ അതിന്റെ ഫിഗേഴ്സ് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. വലിയ ക്രോണിക് ആയിട്ടുള്ള ഫിഗേഴ്സ് ഒന്നും തന്നെ നിങ്ങൾ പഠിക്കേണ്ട. നെറ്റ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് 7.2 ആണ്. ഗ്രോസ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് അഗൈൻ 7.2 ആണ്. പെർ ക്യാപിറ്റ GDP ഇതൊക്കെ ചോദിക്കും, കാരണം നാഷണൽ ഇൻകം റിലേറ്റ് ചെയ്യുന്ന ടേംസ് ആണ്. പെർ ക്യാപിറ്റ GDP എന്ന് പറയുന്നത് 6.4 ആണ്. പെർ ക്യാപിറ്റ GNI എന്ന് പറയുന്നത് 6.2 ആണ്. പെർ ക്യാപിറ്റ NNI എന്ന് പറയുന്നത് 6.3 ആണ്. പെർ ക്യാപിറ്റ PFCE പറയുന്നത് പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 3.5 ആണ്. സോ ഇതെല്ലാമാണ് നിങ്ങൾ നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ഏരിയയിൽ പഠിക്കേണ്ടത്. തീർന്നിട്ടില്ല, ഇനിയുമുണ്ട്. ഇതിന്റെ അകത്ത് നമ്മള് GVA ട്രെൻഡുകളെ കുറിച്ചൊക്കെ നമ്മൾ പോസ്റ്റുലേറ്റ് ചെയ്തതാണ്. നമുക്ക് നോക്കാനുള്ളത് ഓരോ സെക്ടറിന്റെയും ഗ്രോത്ത് റേറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഗ്രികൾച്ചർ ആൻഡ് ലൈഫ് സ്റ്റോക്ക്, ഫോറസ്ട്രി ആൻഡ് ഫിഷിങ്ങിന്റെ മേഖലയില് ഒക്ടോബർ ഡിസംബർ 2023 റേറ്റ് 5.2 ആണ്. മൈനിങ് ആൻഡ് ക്വാറിയിങ്ങിന്റെ മേഖലയിൽ 1.4 ആണ്. മാനുഫാക്ചറിംഗ് മേഖലയിൽ -4.8 ആണ്. ഇലക്ട്രിസിറ്റി, ഗ്യാസ്, വാട്ടർ സപ്ലൈയുടെ ഒക്കെ മേഖലയിൽ അത് -4.8 ആണ്. 8.7 ആണ്. കൺസ്ട്രക്ഷന്റെ മേഖലയിൽ 9.5 ആണ്. ട്രേഡ്, ഹോട്ടൽസ്, ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷന്റെ മേഖലയിൽ അത് 9.2 ആണ്. ഫൈനാൻഷ്യൽ, റിയൽ എസ്റ്റേറ്റ് ആൻഡ് പ്രൊഫഷണൽ സർവീസസിന്റെ മേഖലയിൽ അത് 7.7 ആണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഡിഫൻസിന്റെ ഒക്കെ മേഖലയിൽ അത് 3.5 ആണ്. GVA വരുന്നത് 4.8 ആണ്. നെറ്റ് ടാക്സസ് എന്ന് പറയുന്നത് വരുന്നത് -2.6 ആണ്. GDP വരുന്നത് 4.3 ആണ്. പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ വരുന്നത് 1.8 ആണ്. ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ വരുന്നത് 7.1 ആണ്. ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ വരുന്നത് 5% ആണ്. സോ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രെൻഡ്സ് ആണ്. നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി നമ്മൾ ഓരോന്നിന്റെയും, അതായത് ഗ്രോസ് ക്യാപിറ്റൽ, ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നാഷണൽ ഇൻകം സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ തന്നെ റിലേറ്റ് ചെയ്യുന്ന കോമ്പോണൻസ് പഠിക്കുക എന്നുള്ളതാണ്.
സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിഗേഴ്സിനുമാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. എന്താണ് എന്നുള്ളത് നിങ്ങൾ ഓൾറെഡി ചർച്ച ചെയ്യുന്നതാണ്. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ റെപ്രസെന്റേഷനും സ്റ്റാറ്റിസ്റ്റിക്കൽ ഫിഗറുമാണ്. സോ പ്രൈവറ്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 61.1%. ഇനി നമ്മൾ GDP ആണ് പറയുന്നത് കേട്ടോ. ഇനി ഗവൺമെന്റ് ഫൈനൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ 9.7%. ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ, ഇതെല്ലാം നിങ്ങൾ മാക്രോയിൽ പഠിക്കുന്നുണ്ട്. ഗ്രോസ് ഫിക്സഡ് ക്യാപിറ്റൽ ഫോർമേഷൻ എന്ന് പറയുന്നത് 30.7%. ചേഞ്ച് ഇൻ സ്റ്റോക്ക് എന്ന് പറയുന്നത് 1%. വാല്യൂബിൾസ് എന്ന് പറയുന്നത് 1.5%. എക്സ്പോർട്സ് എന്ന് പറയുന്നത് 21.7%. ഇമ്പോർട്ട്സ് എന്ന് പറയുന്നത് 24.3%. ഡിസ്ക്രിപ്പൻസീസ്, വ്യത്യാസങ്ങളൊക്കെ വരുന്നത് -1.5%. ഈ ഡാറ്റകളാണ്. ശരിക്കും ഡാറ്റ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ഏരിയയിൽ പഠിക്കാനായിട്ട് ഉള്ളത്. ഇനി GDPയുടെ റീസെന്റ് ആയിട്ടുള്ള, അതായത് 23-24 ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ GDP റാങ്ക് എന്ന് പറയുന്നത്, നോമിനൽ റാങ്ക് എന്ന് പറയുന്നത് 5th ആണ്. PPP പ്രകാരം നമ്മുടെ പൊസിഷൻ 3rd ആണ് വരുന്നത്. GDPയുടെ ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 2023 7.8% 2024 അത് 6.8%, 2025 6.5% എന്നാണ് പ്രഡിക്ഷൻ നടത്തിയിട്ടുള്ളത്. GDP പെർ ക്യാപിറ്റ എന്ന് പറയുന്നത് $2,731 ആണ് വരുന്നത്. ഇനി നമുക്ക് നിരന്തരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇന്ന് റിപ്പോർട്ട് പ്രകാരം GDP ഫോർകാസ്റ്റ് എത്രയാണ് എന്നുള്ളത്. അത് എല്ലാ പരീക്ഷയ്ക്കും ജനറലി ചോദിക്കാറുണ്ട്. അപ്പൊ ഇവിടെ ബേസിക്കലി വരുന്നത് RBIയുടെ ഡാറ്റ പ്രകാരം GDP ഗ്രോത്ത് 2023-24 കാലഘട്ടം, 24-25 കാലഘട്ടം, 25-26 കാലഘട്ടം. 2023-24 കാലഘട്ടത്തിൽ RBIയുടേത് 8%, ഇത് 7%, ആൻഡ് ഇവിടെ എസ്റ്റിമേഷൻ ഇല്ല. വേൾഡ് ബാങ്കിന്റെ പോസ്റ്റുലേഷൻ പ്രകാരം 7.5%, 6.6%, 6.5%. ഇനി ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റേത് പ്രകാരം 6.7%, 6.5%, 6.5%. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റേത് പ്രകാരം 7.6%, 7%, 7.2%. മൂഡീസ് ഇൻഡെക്സ് പ്രകാരം 6.8%, 6.4%. 2025 അവരെ പോസ്റ്റുലേറ്റ് ചെയ്യുന്നില്ല. ഇനി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട് പ്രകാരം അവര് ഫോർമുലേറ്റ് ചെയ്യുന്നത് 7.9%, 6.8%. S&P ഗ്ലോബൽ പ്രകാരം 7.4%, 6.8%, 7% വരുന്നത്. യുണൈറ്റഡ് നേഷൻസിന്റെ പ്രകാരം 6.9%, 6.6% വരുന്നത്. OECD റിപ്പോർട്ട് പ്രകാരം 6.3%, 6.2%, 6.5% വരുന്നത്. ഫിച്ച് റിപ്പോർട്ട് പ്രകാരം 7.8%, 7% വരുന്നത്. ക്രിസിലിന്റെ റിപ്പോർട്ട് പ്രകാരം 7.6%, 6.8% വരുന്നത്. സിറ്റി ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ റിപ്പോർട്ട് പ്രകാരം എത്രയാണ് ശതമാന വളർച്ച എന്ന് ചോദിക്കും. 6.8%. സ്റ്റാൻഡേർഡ്
ചാർട്ടേഡ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം 7% വളർച്ച വരുന്നത്. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. കാരണം ഓരോന്നിന്റെയും ഗ്രോത്ത് റേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ സെൻസസ് റിപ്പോർട്ടാണ്. സെൻസസ് റിപ്പോർട്ട് ലാസ്റ്റ് ആയി കടന്നത് 2011 ഫസ്റ്റ് പോപ്പുലേഷൻ സെൻസസ് എന്ന് പറയുന്നത് അരങ്ങേറിയത് 1872 ഫസ്റ്റ് സിങ്ക്രണസ് ആയിട്ടുള്ള അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള സെൻസസ് നടന്നത് 1881 സെൻസസ് എല്ലാ 10 വർഷം കൂടുമ്പോഴുമാണ് കണ്ടക്ട് ചെയ്യുന്നത്. ഡെസീനിയൽ സെൻസസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് 15 തവണയാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇൻഡിപെൻഡൻസിന് ശേഷം 7 സെൻസസുകളാണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. അഗ്രികൾച്ചറൽ സെൻസസ് എന്ന് പറയുന്നത് ഓരോ 5 വർഷം തോറുമാണ് കണ്ടക്ട് ചെയ്യാറുള്ളത്. ഹെൻറി വോൾട്ടർ ആണ് സെൻസസിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. നമ്മളുടെ മോട്ടോ എന്ന് പറയുന്നത് അവർ സെൻസസ് അവർ ഫ്യൂച്ചർ ആണ്. നമ്മളുടെ മോട്ടോ എന്ന് പറയുന്നത് അവർ സെൻസസ് അവർ ഫ്യൂച്ചർ ആണ്. ഇനി നമ്മളുടെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1.21 ബില്യൺ ആണ്. നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 1.21 ആണ്. ഇനി ഉത്തർപ്രദേശ് നമ്മളെ പോപ്പുലസ് ആയിട്ടുള്ള സ്റ്റേറ്റ്സിന്റെ ഓർഡർ നോക്കിയാൽ ആദ്യം വരുന്നത് ഉത്തർപ്രദേശ്, രണ്ടാമത് മഹാരാഷ്ട്ര, മൂന്നാമത്തത് ബീഹാർ, നാലാമത്തത് വെസ്റ്റ് ബംഗാൾ, അഞ്ചാമത്തത് ആന്ധ്രാപ്രദേശ്. ഇത് ടോപ്പ് പോപ്പുലസ് സ്റ്റേറ്റ്സ് ആണ്. ഇനി ലീസ്റ്റ് പോപ്പുലസ് സ്റ്റേറ്റ്സ് നോക്കിയാൽ അവിടെ വരുന്നത് ഫസ്റ്റ് വൺ ലക്ഷദ്വീപ്, സെക്കൻഡ് വൺ ഡാമൻ ആൻഡ് ഡ്യൂ, തേർഡ് വൺ ദാദ്ര ആൻഡ് നഗർ ഹവേലി, ഫോർത്ത് വൺ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്, അഞ്ചാമത്തത് സിക്കിം. ഇത്രയുമാണ് വരുന്നത്. ഇനി ഹയസ്റ്റ് പോപ്പുലസ് യൂണിയൻ ടെറിട്ടറി ഡൽഹിയാണ്. ലീസ്റ്റ് വരുന്നത് ലക്ഷദ്വീപ് ആണ്. ഹയസ്റ്റ് പോപ്പുലസ് സ്റ്റേറ്റ് ഉത്തർപ്രദേശ് ആണ്. ലീസ്റ്റ് വരുന്നത് സിക്കിം ആണ്. ഹയസ്റ്റ് അർബൻ പോപ്പുലേഷൻ വരുന്നത് മഹാരാഷ്ട്രയാണ്. ലോവസ്റ്റ് വരുന്നത് ലക്ഷദ്വീപ് ആണ്. ഹയസ്റ്റ് റൂറൽ പോപ്പുലേഷൻ വരുന്നത് ഉത്തർപ്രദേശ് ആണ്. ലോവസ്റ്റ് വരുന്നത് ലക്ഷദ്വീപ് ആണ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്കിതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല, കാരണം ഇതെല്ലാം ഓർഡറാണ്. ഇനി നമ്മള് സെക്സ് റേഷ്യോയിലേക്ക് പോയാൽ അത് 9:3 ആണ്. ഹയസ്റ്റ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് കേരളയിലാണ് 1084. ലോവസ്റ്റ് സെക്സ് റേഷ്യോ വരുന്നത് ഹരിയാനയിലാണ് 879 ആണ് വരുന്നത്. ഇനി ഹയസ്റ്റ് സെക്സ് റേഷ്യോ യൂണിയൻ ടെറിട്ടറിയുടെ ഏരിയയിലേക്ക് വന്നാൽ അത് പോണ്ടിച്ചേരിയാണ്. ലോവസ്റ്റ് വരുന്നത് ഡാമൻ ആൻഡ് ഡ്യൂ ആണ്. ലോവസ്റ്റ് വരുന്നത് ഡാമൻ ആൻഡ് ഡ്യൂ ആണ്.
ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് ചൈൽഡ് സെക്സ് റേഷ്യോ 914 ആണ്. ഹയസ്റ്റ് ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് മിസോറാമിലാണ് 971 ആണ്. ലോവസ്റ്റ് വരുന്നത് ഹരിയാനയിൽ. ഇനി ലിറ്ററസി റേറ്റിലേക്ക് പോയാൽ 74% ആണ് നമ്മളുടെ ഇന്ത്യയുടേത്. മെയിൽസിന്റെ കേസിൽ 82.14%, ഫീമെയിൽസിന്റെ കേസിൽ 65.46%. ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് സ്റ്റേറ്റ് കേരളയാണ് 94%. ലോവസ്റ്റ് വരുന്നത് ബീഹാർ ആണ് 61.8%. ഹയസ്റ്റ് ലിറ്ററസി റേറ്റ് യൂണിയൻ ടെറിട്ടറി ലക്ഷദ്വീപ് ആണ്. ലോവസ്റ്റ് ദാദ്ര ആൻഡ് നഗർ ഹവേലി ആണ്. മാക്സിമം ഡെൻസിറ്റി ഉള്ളത് ഡൽഹി ആൻഡ് ചണ്ഡീഗറിലാണ്. മിനിമം ഡെൻസിറ്റി ഉള്ളത് അരുണാചൽ പ്രദേശില് ആൻഡ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലാണ്. ഇനി ലീസ്റ്റ് അർബൻ സ്റ്റേറ്റ്സിന്റെ കണ്ടീഷനിലേക്ക് പോയാൽ അതിന്റെ ഓർഡർ ഇങ്ങനെയാണ്. ഏറ്റവും ചെറുത് ഹിമാചൽ പ്രദേശ് ആണ്. നെക്സ്റ്റ് വൺ ഇസ് ബീഹാർ. അടുത്തത് ആസാം. ഏറ്റവും കുറവ് ഡെവലപ്മെന്റ് നടക്കുന്നത് ഹിമാചൽ പ്രദേശിൽ. ഇനി നമ്മള് സെക്സ് റേഷ്യോന്റെ കേസിലേക്ക് പോവുകയാണെങ്കിൽ ഹയസ്റ്റ് കേരളയിലാണ് 1084. പുതുച്ചേരിയില് അത് 1037 ആണ്. തമിഴ്നാടുവില് 996, ആന്ധ്രാപ്രദേശില് 993, ഛത്തീസ്ഗഡില് 991. ഇനി ലോവസ്റ്റ് സെക്സ് റേഷ്യോയുടെ ഏരിയയിലേക്ക് കടന്നാൽ ഡാമൻ ആൻഡ് ജൂവില് 618 ആണ്. ദാദ്ര ആൻഡ് നഗർ ഹവേലി 774 ആണ്. ചണ്ഡീഗറില് 818 ആണ്. ഡൽഹിയില് 868 ആണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് 876 ആണ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഇനി വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ റേറ്റിലേക്ക് കടന്നാൽ ഓവറോൾ വരുന്നത് 39% ആണ്. ഫീമെയിൽസിന്റെ കേസില് അത് 14%, മെയിൽസിന്റെ കേസില് അത് 45% വരുന്നത്. ഇനി നമ്മൾ റിലീജിയൻ ഡാറ്റ നോക്കുകയാണെങ്കിൽ ഹിന്ദുസ് 79.8% ആണുള്ളത്. മുസ്ലിംസ് എന്ന് പറയുന്നത് 14.2%, ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് 2.3%, സിഖ് എന്ന് പറയുന്നത് 1.7%, ബുദ്ധിസ്റ്റ് എന്ന് പറയുന്നത് 0.84 അല്ലെങ്കിൽ 0.84% ആണ് ബേസിക്കലി വരുന്നത്. മോസ്റ്റ് പോപ്പുലസ് ആയിട്ടുള്ള ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് താനെ ഡിസ്ട്രിക്റ്റ് ആണ്. മഹാരാഷ്ട്രയിലെ താനെ ഡിസ്ട്രിക്റ്റ് ആണ്. ലീസ്റ്റ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ളത് ദിബാംഗ് വാലിയാണ്. ദിബാംഗ് വാലി. പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഏറ്റവും കൂടുതൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് കുറുങ്കുംബയിലാണ്. കുറുങ്കുംബെ. ലോങ്സ്റ്റ് ഡിസ്ട്രിക്ട് എന്ന് പറയുന്നത് നാഗാലാൻഡ് ആണ്.
നാഗാലാൻഡ് ആണ്. ലോങ്ലെങ് ഡിസ്ട്രിക്റ്റ് നാഗാലാൻഡിലെ ലോങ്ലെങ് ആണ് ഏറ്റവും വലിയ ഡിസ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നത്. ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ളത് മാഹി ഡിസ്ട്രിക്റ്റിനാണ്. ഹയസ്റ്റ് സെക്സ് റേഷ്യോ ഉള്ളത് മാഹി ഡിസ്ട്രിക്റ്റിനാണ്. ലോവസ്റ്റ് സെക്സ് റേഷ്യോ ഡാമനാണ്. ധാമനാണ് ലോവസ്റ്റ് സെക്സ് റേഷ്യോ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ബേസിക്കലി സെൻസസ് റിപ്പോർട്ടുമായി ബേസ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പം ഒരു മൊഡ്യൂളും കൂടി നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകളെല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. കാരണം ഇതിനെ ബേസ് ചെയ്തിട്ട് എന്തായാലും ചോദ്യം നമുക്ക്, കാരണം അങ്ങനത്തെ ഒരു എക്സാമിനാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ചോദ്യം എന്തായാലും